എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കുകയാണ്. അതിലൊരു ചെറിയ പങ്ക് ഞങ്ങൾക്ക് തരാൻ പറ്റിയതിനും സമൂഹത്തിന് നൽകാൻ പറ്റിയതിനും സന്തോഷമുണ്ട്. ഈ ഒരു സിനിമയുടെ വിശദാംശങ്ങളൊക്കെ പലരായിട്ട് പറയും. ഈ കുറേ പേരുടെ സ്വപ്നങ്ങളിവിടെ പൂർത്തീകരിക്കുമ്പോൾ അതിലൊരു പങ്ക് ഞങ്ങൾക്ക് ചേരാൻ പറ്റിയതിനും അതിന് ഞങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയതിനും സന്തോഷമുണ്ട്. നന്ദി. പ്രൊഡ്യൂസറിലേക്ക് തന്നെയാണ്. ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ സിനിമ ഇത്രയും അധികം ഒരു ടീം വർക്കായി സക്സസ് ആകുമ്പോൾ ഒരു അഭിനേതാവാകാൻ ആഗ്രഹിക്കുകയും അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുമ്പോൾ പിന്നീട് പണിയെടുത്ത് അതൊരു കൊട്ടാരമാക്കിക്കൊണ്ട് ഈ സിനിമയിൽ വളരെ ശക്തമായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടി ആയിട്ടുള്ള സുനിൽ പണിക്കർ ഏറെ സ്നേഹത്തോടെ രണ്ടുപേർ. എൻ്റെ പേര് സുനിൽ അരവിന്ദ് എന്നാണ്. അപ്പോൾ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു സിനിമ ചെയ്തു. ഏട്ടൻ എന്ന കുട്ടികളുടെ സിനിമ, വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ ജൂനിയേഴ്സ് ജേണിയുടെ സ്റ്റോറിയുമായിട്ട് ശ്രീ ആൻസൺ ആന്റണി, എൻ്റെ നാട്ടുകാരനാണ്, നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ലോഹിതദാസ് സാറിൻ്റെ അസോസിയേറ്റായിട്ട് പ്രവർത്തിച്ച ശ്രീ ആൻസൺ ആന്റണിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ടാവും. അദ്ദേഹം ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ആ കഥ ഞാൻ കേട്ടു. അതിനുശേഷം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് വൈസ് നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് ആ സിനിമ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മളെ സലോമി ചേച്ചിയും ജോണി ചേട്ടനെയും സമീപിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഇതിലൊരു വലിയ സന്ദേശം കൊടുക്കലാണോ സിനിമയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയ്ക്കും ഒരു സന്ദേശം ഉണ്ടാവും. അപ്പോൾ സിനിമ വളരെ ആസ്വാദികരമായി നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴും ഒരിക്കലും എന്താ പറയുക, എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് കൂടി സിനിമയിലുണ്ട്. തന്നെയല്ല, സ്റ്റോറിയിൽ വലിയ ട്വിസ്റ്റുകളുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മികച്ച തിരക്കഥ തന്നെയായിരിക്കും ഈ സിനിമ നമുക്കെല്ലാവർക്കും കാണാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യേണ്ട, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിൻ്റെ കൂടി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സെൻസറിൻ്റെ കൂടി ഒരു പേപ്പർ വരാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല, പക്ഷേ വളരെ ശ്രദ്ധിച്ചാണ് ഈ സിനിമ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒട്ടേറെ തലങ്ങളിൽ, ഇതിൻ്റെ പ്രൊഡക്ഷനിലാണെങ്കിലും പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എഡിറ്റർ വളരെ മികച്ച എഡിറ്ററായിട്ടുള്ള ശ്രീ ജോൺ കുട്ടിയാണ് നമ്മുടെ ഈ സിനിമയുടെ ചില പുലിമുരുകൻ്റെയും മാസ്റ്റർ പീസിൻ്റെയും മായാമോഹിനിയുടെയും ജയഹയുടെയും ഒക്കെ എഡിറ്ററായിട്ടുള്ള ജോൺ കുട്ടിയാണ് സിനിമയുടെ എഡിറ്റർ. ജയരാജ് സാറിൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാനായിട്ടുള്ള ഷിനോപ് ടി ചാക്കോയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷജിത് തിക്കോടി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഈ സിനിമയുടെ PRO നമുക്കെല്ലാവർക്കും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഐമനം സാജൻ എന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് അറിയാം. അദ്ദേഹത്തോടുള്ള നന്ദിയോടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ ശ്രീ സൈനു ചാവക്കാട് ഈ സിനിമയുടെ ഏകദേശം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച സമയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സൈനു ചാവക്കാടിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഫിനിഷിംഗ് സമയത്ത് പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനീത രമേഷ് ദൂരദർശൻ്റെ ന്യൂസ് റീഡറാണ്. അവരോട് രണ്ടുപേരോടുള്ള നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് ഇത്രയും മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 30-35ഓളം മാധ്യമങ്ങളുടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. നിങ്ങളാണ് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാത്രം സൂചിപ്പിക്കാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്.